വിടരാതടർന്നൊരൻ പ്രണയമുട്ടേ വിതുമ്പിത്തളരാതെ യാത്രയാകൂ. വിടരാതടർന്നൊരൻ പ്രണയമുട്ടേ വിതുമ്പിത്തളരാതെ യാത്രയാകൂ. കനൽ പോലെ എരിയുമെന്നോർമകൾ നോവിൻ്റെ കഥകളിയാടുന്നൊരീ വേളയിൽ. കനൽ പോലെ എരിയുമെന്നോർമകൾ നോവിൻ്റെ കഥകളിയാടുന്നൊരീ വേളയിൽ. നിന്നീലെ മിഴികളിൽ മെല്ലെ തുളുമ്പുന്ന മന്ദസ്മിതത്തിലേക്കലിയുവാനായി അനുരാഗസന്ധ്യകൾ പൂക്കില്ലൊരിക്കലും എന്നെന്നിലാരോ നിലവിളിക്കേ. നിന്നെ പിരിയുവാൻ വയ്യെനിക്കെങ്കിലും കരൾ നൊന്തു കേഴുന്നു കൂട്ടുകാരേ. ഈ കവിതയും നിറമുള്ള ഈ ചിത്രങ്ങളും നിലച്ചു പോകുമായിരുന്നു. സഹായി വാദിസലാമിന്റെ കരുണക്കൈകൾ ഇവൾക്ക് ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ. ഇവൾ കോഴിക്കോട് നരിക്കുനിയിലെ രാജീവിന്റെ മകൾ ആരുഷി. തലാസീമിയ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടിയെത്തിയ നൂറുകണക്കിന് കുട്ടികളിൽ ഒരുവളാണിവൾ. ദിനേന വൻ സാമ്പത്തിക ബാധ്യത വരുന്ന ഇവളുടെ ചികിത്സാ ചെലവുകൾ സഹായി വാദിസലാം ഏറ്റെടുക്കുകയായിരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഏഷ്യയിലെ തന്നെ അറിയപ്പെട്ട സ്ഥാപനം. ദിനം തോറും 25,000-ഓളം രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയം. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പാലക്കാട്, കണ്ണൂർ എന്നീ കേരളത്തിലെ 5 ജില്ലകളിലെയും തമിഴ്നാട്ടിലെ നീലഗിരിയിലെയും സാധാരണക്കാർക്ക് ഉന്നത ചികിത്സയ്ക്ക് ആശ്രയമാകുന്ന ഏക ആശുപത്രി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെത്തുന്ന നിരാശ്രയരും നിരാലംബരുമായ രോഗികൾക്ക് ആശ്വാസത്തിന്റെ കൈത്താങ്ങു നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിതമായ സംരംഭമാണ് സഹായി വാദിസലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹി ലഭിച്ചു. ഹിറാ ഗുഹയിൽ നിന്നും തൻ്റെ സഹധർമ്മിണിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുത്തേക്ക് പെട്ടെന്ന് വന്ന് പുതപ്പിട്ട് മൂടിക്കൊടുക്കാൻ പറഞ്ഞു. എന്തോ അത്ഭുത സംഭവങ്ങൾ ഉണ്ടായി എന്ന് ധരിച്ച ഖദീജ റളിയല്ലാഹു അൻഹു വിവരം ആരാഞ്ഞപ്പോൾ നുബുവത്ത് റിസാലത്ത് ലഭിച്ചു എന്ന വിവരമാണ് പറഞ്ഞത്. മുൻഗാമികൾക്ക് പലർക്കും ശത്രുതയും എതിർപ്പും ഉണ്ടായതുപോലെ എനിക്കും ഉണ്ടാകുമെന്നും അതിനാൽ ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം പൂർത്തീകരിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു വലിയ ജിജ്ഞാസയായിരുന്നു, അല്ലെങ്കിൽ വളരെ ഭയമായിരുന്നു നിമിത്തങ്ങൾക്ക് ഈ വിറക്കലും പുതപ്പിട്ട് മൂടലും ഉണ്ടാവാൻ കാരണം. ആ സമയത്ത് തൻ്റെ തരുണിമണിയായ സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സമാശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത്, വല്ലാഹി ലാ യുഖ്സിക അല്ലാഹു അബദ, തങ്ങളെ അള്ളാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. കാരണം പ്രധാനമായ 4 ഗുണങ്ങളാണ് തങ്ങൾക്ക് ഉള്ളത്. അതിലൊന്നാമതായി ഇന്നക ലതഹ്മിലുൽ കല്ല, പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും വിഷമിക്കുന്നവരെയും സഹായിക്കുകയും അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവിടത്തേക്ക് ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട്
സത്യം മാത്രമാണ് അവിടുന്ന് പറയുന്നത്. കുടുംബ ബന്ധങ്ങളെ നിലനിർത്തുന്നവരാണ്, സത്യത്തിൻ്റെ കൂടെ എപ്പോഴും നിൽക്കുന്നവരാണ് എന്നിങ്ങനെ കാരണങ്ങൾ പറഞ്ഞതിൽ ആദ്യമായി നാം പറഞ്ഞ കാരണം വളരെ ശ്രദ്ധേയമാണ്. ഇന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹായി എന്ന സംഘടന ഈ കാര്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തുന്ന രോഗികളെ പരിചരിക്കുകയും ഡോക്ടർമാരെ കാണിക്കുന്നതിനും അവർ സഹായിച്ചു കൊടുക്കുന്നു. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ രോഗികൾ അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു, ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും എല്ലാവിധത്തിലും ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളിലും സഹായിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സഹായി വാദി സലാം. ഈ സഹായിയുടെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. പരിശുദ്ധ റമദാൻ വരുമ്പോൾ നൂറുകണക്കായ ആളുകൾക്ക് നോമ്പ് പിടിക്കാനും നോമ്പ് തുറക്കാനുമുള്ള ഭക്ഷണങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക, ആശുപത്രിയിൽ രോഗികളുടെ കൂടെ നിൽക്കുന്നവർക്ക് ഭക്ഷണങ്ങൾ കൊടുക്കുക തുടങ്ങി എല്ലാവിധ സഹായവും സഹകരണവും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപന്തിയിലാണ് സഹായി വാദി സലാം എന്നതിൽ ആർക്കും തർക്കമില്ല. അങ്ങനെ നേരിട്ടും മറ്റ് പലരെ കൊണ്ടും ചെയ്യിപ്പിച്ചും എല്ലാവിധത്തിലും സഹായം നൽകുന്ന ഈ സഹായിക്ക് എല്ലാവിധവും ആശംസകളും അറിയിക്കുന്നു. എല്ലാവരും സഹായിക്കണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. സുന്നി യുവജന സംഘം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കു കീഴിലാണ് സഹായി വാദി സലാം സ്ഥാപിതമായത്. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്നവരുടെ ചെറുതും വലുതുമായ രോഗങ്ങൾക്കാവശ്യമായ മരുന്നുകൾ പൂർണ്ണമായും നൽകാൻ ചിലപ്പോൾ മെഡിക്കൽ കോളേജിന് കഴിയാതെ വരുന്നു. ഇവിടെ രോഗികൾക്ക് പുറത്തെ മെഡിക്കൽ ഷോപ്പുകളിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. മരുന്നുവില നാൾക്കുനാൾ വർദ്ധിക്കുന്നു. ഉൽപാദന ചെലവിന്റെ 100%-ലധികം വില ഈടാക്കുന്ന മരുന്ന് കമ്പനികളേറെയുണ്ട്. പലപ്പോഴും രോഗികൾ വിപണിയിലെ മരുന്നുവില കേട്ട് നിസ്സഹായരാവുന്നു. ഇവിടെയാണ് സഹായി വാദി സലാം ഇടപെടുന്നത്. ഇത് മെഡിക്കൽ കോളേജിനടുത്ത സഹായിയുടെ മെഡിക്കൽ ഷോപ്പാണ്. തികച്ചും സൗജന്യമായി ഇവിടെ നിന്നും രോഗികൾക്ക് മരുന്ന് നൽകുന്നു. ഓരോ ദിവസവും അനേകം ആളുകൾ ഇവിടെയെത്തി വിലപിടിപ്പുള്ള മരുന്നുകൾ ഏറ്റുവാങ്ങുന്നു. ഇവിടെ സ്റ്റോക്കില്ലാത്ത മരുന്നുകൾ അർഹരായവർക്ക് മറ്റു ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കൊടുക്കുന്നു. ഇതേപോലെ തന്നെയാണ് ലാബ് പരിശോധനകളും. പലപ്പോഴും രോഗികൾക്ക് പുറത്തെ സ്വകാര്യ ലാബുകളെ ആശ്രയിക്കേണ്ടി വരുന്നു. തങ്ങളുടെ രോഗം എന്താണെന്ന് നിർണയിക്കാൻ 10,000 ചിലവ് വരുന്ന പരിശോധനകൾ വേണ്ടിവരുന്നു. ഇവിടെയും സഹായി കൈത്താങ്ങാവുന്നു. അർഹരായ രോഗികളെ കണ്ടെത്തി അവർക്കാവശ്യമായ ലാബ് ടെസ്റ്റുകൾ സഹായി ചെയ്തു കൊടുക്കുന്നു. നിത്യരോഗികളായി മെഡിക്കൽ കോളേജിലും വീടകങ്ങളിലും തളച്ചിടപ്പെട്ട ഒട്ടേറെ പേരുണ്ട്. പുറം ലോകത്തെ കാഴ്ചകൾ നിഷേധിക്കപ്പെട്ട അവർക്ക് സഹായി വാദി സലാം ആശ്വാസമേകുന്നു. വീൽചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, വാട്ടർ ബെഡ്, നെബുലൈസർ തുടങ്ങിയ ഉപകരണങ്ങൾ അവർക്കായി നൽകുന്നു. ഒരു നേരത്തെ ഭക്ഷണം വാങ്ങാൻ കഷ്ടപ്പെടുന്ന നിരവധി പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്നുണ്ട്. ദീർഘകാലം ആശുപത്രി കിടക്കയിൽ തള്ളി നീക്കേണ്ടവരും അക്കൂട്ടത്തിലുണ്ട്. ഹോട്ടലുകളിൽ കുതിച്ചുയരുന്ന ഭക്ഷണവില ഭാരിച്ച ചികിത്സാ ചെലവുകൾക്കിടയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ അവർക്കെല്ലാം ആശ്വാസമാവുകയാണ് സഹായി വാദി സലാമിന്റെ ഭക്ഷണ വിതരണം. സഹായി സൗജന്യമായി നൽകുന്ന ഈ ഭക്ഷണം സ്വീകരിക്കാൻ രോഗികളും പരിചാരകരുമായ വലിയ നിര ഇവിടെ ദിനവുമെത്തുന്നു.
സഹായി വാദിസലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ സംഘടനയാണ്. കേരളത്തിലെ 6 ജില്ലകളിലെ പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ഒരു ആതുരാലയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. സഹായി എന്ന സംഘടന അതിൻ്റെ തൊട്ടടുത്ത് പ്രവർത്തിക്കാൻ കാരണം മെഡിക്കൽ കോളേജിൽ വരുന്ന രോഗികൾക്ക് മെഡിക്കൽ കോളേജിൽ നിന്ന് ലഭ്യമാകുന്ന സഹായത്തിൻ്റെ പുറമെ ധാരാളം ആവശ്യങ്ങളുണ്ട്. മരുന്നിന് വേണ്ടി കഷ്ടപ്പെടുന്നവർ, ഭക്ഷണം വാങ്ങാൻ വകയില്ലാതെ വിഷമിക്കുന്നവർ, ഡിസ്ചാർജ് ചെയ്ത് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാത്തവർ, ഇങ്ങനെ ധാരാളം ആളുകളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ടാണ് സഹായി പ്രവർത്തിക്കാൻ വേണ്ടി കോഴിക്കോട് ജില്ലാ സുന്നി യുവജന സംഘത്തിൻ്റെ കീഴിൽ സഹായി പ്രവർത്തിക്കാൻ തുടങ്ങിയത്. ഇന്നിപ്പോൾ രാവിലെ കഞ്ഞി കൊടുക്കും, വൈകിട്ട് ചോറ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കയറി വരുന്ന എല്ലാവർക്കും മരുന്ന് ഫ്രീ ആയിട്ട്, അതിൽ 1000, 5000, 10000 ഒക്കെ ഉണ്ട്. തലാസീമിയ എന്ന രോഗം ബാധിച്ച 60-ലേറെ വരുന്ന കുട്ടികൾ മെഡിക്കൽ കോളേജിൽ അവർ അഡ്മിറ്റാണ്. പക്ഷേ അവർക്ക് ഓരോ മാസത്തിൽ 3000 മുതൽ 8000 രൂപ വരെയുള്ള മരുന്നിൻ്റെ ആവശ്യമുണ്ട്. അത് സഹായി ഏറ്റെടുക്കുകയും അതിൻ്റെ സമയമാകുമ്പോൾ ഓരോ മാസവും ലക്ഷങ്ങൾ ചെലവഴിച്ച് ആ കുട്ടികൾക്ക് മരുന്ന് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അവിടെ ഈ പാവപ്പെട്ട രോഗികൾ, കഷ്ടപ്പെടുന്നവർ, ദൈനംദിനം കൂലിവേല ചെയ്ത് ജീവിക്കുന്നവർക്ക് നമ്മളൊരു താങ്ങായി നിന്നില്ലെങ്കിൽ കൂലിവേല ചെയ്ത് ജീവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റില്ല. അതുപോലെ തന്നെ കാഷ്വാലിറ്റിയിൽ അത്യാഹിതങ്ങളിൽപ്പെട്ട് വരുന്നവരെ സഹായിക്കാൻ 100-300ഓളം വരുന്ന വളണ്ടിയേഴ്സ് സഹായിക്ക് സജ്ജമാണ്. അവരവരുടെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഉള്ള ഒരു സേവനമാണ്, അല്ലാതെ ആർക്കും പ്രതിഫലമില്ല. അത് വളരെ ദുർഘടം പിടിച്ച അവസ്ഥയിൽ നടുറോട്ടിൽ അരഞ്ഞു വന്നവരെ ശരീരം ഏറ്റുവാങ്ങാൻ, അവൻ്റെ കുടുംബത്തിന് വിവരം അറിയിക്കാൻ, അവൻ്റെ മുഖത്ത് മരിച്ചുപോയാൽ കഫംപടയിട്ട് എന്നിട്ട് അവനെ കുളിപ്പിക്കാനുള്ള സൗകര്യം സഹായിലുണ്ട്. ഈ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് ആംബുലൻസിൽ കയറ്റി അവരുടെ വീടുകളിൽ എത്തിക്കുകയാണ്. ചിലപ്പോൾ ആ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മുടെ നെഞ്ചു പൊട്ടിപ്പോകും. ഒരു ചെറ്റ കുടിലായിരിക്കാം. ഒരു കാശും വാങ്ങാതെ ഡ്രൈവർക്കുള്ള ശമ്പളവും എണ്ണയുടെ കാശും നമ്മൾ വേറെ വകയിരുത്തി അവരെ തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ചു പോരുകയാണ് ചെയ്യുന്നത്. അപ്പം മരുന്ന്, ഭക്ഷണം, വളണ്ടിയർ സേവനം, ആംബുലൻസ് സേവനം, ടെസ്റ്റിനുള്ള സാമ്പത്തിക സഹായം, അതുപോലെ തന്നെ ഉപകരണങ്ങൾ, വീൽ ചെയർ, സ്ട്രെച്ചർ, വാക്കിംഗ് സ്റ്റിക്ക്, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ ദൈനംദിനം മനുഷ്യൻ്റെ ജീവിതത്തെ ഇന്നിപ്പോൾ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന രോഗങ്ങളും അതിനുവേണ്ടിയുള്ള പ്രതിവിധികളും അതിൻ്റെ ചികിത്സാ രീതികളും അതിന് നമ്മളൊരു തുണയായി നിന്നു കൊടുത്തെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറിയാൽ വളരെ പരിതാപകരമാണ്. 20 കൊല്ലമൊക്കെ അഡ്മിറ്റിലായി കിടക്കുന്ന രോഗികളുണ്ട്. അവർക്ക് തിരിച്ചു പോകാൻ നാടില്ല, നാടിനെ പറ്റി അവർക്ക് അറിവില്ല, അവർക്ക് ഭക്ഷണം ആവശ്യമാണ്. ഇനി ഡിസ്ചാർജ് ചെയ്താൽ തന്നെ നാട്ടിലേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഇതുപോലെ നിരന്തരം ഈ ഹോസ്പിറ്റലിൽ നിന്നിറങ്ങുന്ന രോഗികൾ, അവിടെ അഡ്മിറ്റ് ചെയ്ത രോഗികൾ എല്ലാവർക്കും എന്ത് ചോദിച്ചാണോ സഹായിയുടെ ഓഫീസിൽ കയറി വരുന്നത്, ആരെയും നിരാശപ്പെടുത്തി നമ്മൾ പറഞ്ഞേക്കാറില്ല. മരുന്നും ഭക്ഷണവും അതുപോലെയുള്ള സഹായങ്ങളും സഹകരണങ്ങളും എല്ലാം ചെയ്ത് തന്നെ പറഞ്ഞേക്കാം. ഇനിയും ഒരുപാട് പരിമിതികളുണ്ട്. വിപുലമായ സൗകര്യങ്ങൾ, ഇവിടെ വരുന്ന രോഗികൾക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണം. അതുപോലെ തന്നെ ലാബുകളിലുള്ള ചൂഷണത്തിനെതിരിൽ അവർക്ക് ലാബിൻ്റെ സൗകര്യം ഒരുക്കി അവരെ സഹായിക്കണം. ഡയാലിസിസ് സെൻ്റർ സ്ഥാപിക്കണം. ഈ പദ്ധതിയൊക്കെ നമ്മുടെ മുമ്പിലുള്ള കാര്യമാണ്. നാം നനയ്ക്കാതെ നമ്മെ തേടിയെത്തുന്നതാണ് അത്യാഹിതങ്ങൾ. പെരുകുന്ന റോഡപകടങ്ങളും മറ്റനേകം ദുരന്തങ്ങളും നമ്മുടെ കൺമുമ്പിലുണ്ട്. കോടീശ്വരനും പാവപ്പെട്ടവനും എല്ലാവരുമുണ്ട് ഈ ദുരന്ത ഭൂമിയിൽ. ഒന്ന് നിലവിളിക്കാൻ പോലും ആകാതെ നിസ്സഹായതയിൽ കഴിയുന്ന ഈ അത്യാഹിതങ്ങളിൽ ഒരു കൈ സഹായത്തിനായി അവർ യാചിക്കുന്നു. ഇത്തരം രംഗങ്ങളിൽ നിന്ന് എങ്ങനെ വഴിമാറിപ്പോകാമെന്ന് ചിന്തിക്കുന്നവരാണ് പുതിയ സമൂഹം. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ അമിത വേഗത്തിൽ വണ്ടിയോടിച്ചു പോകുന്നവർ. ഇവിടെയാണ് സഹായി വാദിസലാമിന്റെ വോളണ്ടിയർമാർ കരുണയുടെ കൈകളുമായി ഓടിയെത്തുന്നത്. ദുരന്തഭൂമികളിൽ നിന്നും ഇരകളെ ആശുപത്രിയിലെത്തിക്കുന്നു. അവർക്കു വേണ്ട പരിചരണങ്ങൾ നൽകുന്നു. മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ ഓരോ നിമിഷവും എത്തുന്ന അനേകം ആളുകളുണ്ട്. അത്യാസന്ന നിലയിൽ അവരുടെ കൂടെ ചിലപ്പോൾ ബന്ധുക്കളോ സുഹൃത്തുക്കളോ